Hey guys, welcome back to my channel. നമ്മളിന്ന് വന്നിട്ടുള്ളത് വീട്ടിൽ എങ്ങനെ ഒരു ബീഫ് വരട്ടി ഉണ്ടാക്കാനാണ്. അന്നേരം ഗേസ് ഇത് ഫസ്റ്റ് യൂട്യൂബ് ചാനലാണ്, അതുകൊണ്ട് തന്നെ ഫേസൊക്കെ കാണിച്ചുള്ള ഫസ്റ്റ് വീഡിയോ കൂടിയാണ്. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അതോടൊപ്പം തന്നെ തെറ്റോ അങ്ങനെ മറ്റു വലിയ കാര്യങ്ങളുണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഒരു കാര്യം പറയാൻ പറ്റുമോ, ഞാനും എൻ്റെ മാമനും കൂടിയാണ് ഈ ഒരു ചാനൽ തുടങ്ങിയേക്കണത്. അന്നേരം നിങ്ങൾ ഈ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ എങ്ങനെ ഒരു ബീഫ് വരട്ടി ഉണ്ടാക്കാനാണ്. അന്നേരം ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, ഇതിൽ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വീട്ടിലേക്ക് കാണാം. അന്നേരം നമുക്ക് സമയം കളയുന്നില്ല, നേരെ വീട്ടിലേക്ക് കടക്കാം. അന്നേരം നമുക്ക് ഇത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എന്താന്ന് പറഞ്ഞാൽ ഒരു 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ബീഫ് നമുക്ക് ഇതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു വലിയ സവാള എടുത്തിട്ട് വീഡിയോ കാണുന്ന രൂപത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരു 3 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. അതിനുശേഷം 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇതേ കണക്കൊന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഒരു 10-12ഓളം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അന്നേരം നമുക്ക് കുക്കറിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. വെളിച്ചെണ്ണ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന ബീഫ് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. മുഴുവനായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കൊച്ചുള്ളി ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. കൊച്ചുള്ളി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ 4 പച്ചമുളക് എടുത്ത് അരിഞ്ഞു വെച്ചിരുന്നതിൻ്റെ പകുതി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. പിന്നെ അന്നേരം നമ്മൾ അടുത്തായിട്ട് നമുക്കിനി വേണ്ടതെന്ന് പറഞ്ഞാൽ 1.5 തക്കാളി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. വീഡിയോ കാണുന്ന രൂപത്തിൽ അരിഞ്ഞെടുക്കാം. അതിനുശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് പേസ്റ്റ് ആക്കി നമുക്ക് 1 ടേബിൾ സ്പൂൺ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം. അതിനുശേഷം 1.5 ടേബിൾ സ്പൂൺ നമുക്ക് മുളക് പൊടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഇനി 3/4 ടേബിൾ സ്പൂൺ നമുക്ക് മസാല ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. മസാല ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് നല്ല രീതിയിൽ നിന്ന് ഇളക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നിന്ന് ഇളക്കി കൊടുക്കുക. ബീഫിൻ്റെ അകത്ത് ഈ മസാല എല്ലാം നല്ല രീതിയിൽ നിന്ന് പിടിച്ച് വരണം. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. അന്നേരം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഏകദേശം താണ്ടി ഈ ഒരു രൂപത്തിൽ വന്നിരിക്കും. ഈ ഒരു കളറൊക്കെ ആവുന്നുണ്ട്. 4-5 വിസിൽ കേൾക്കുന്നവരെ നമുക്കിത് അടുപ്പിൽ വെച്ച് വേവിക്കാം. വിസിൽ കേട്ടതിന് ശേഷം നമ്മൾ മറ്റൊരു പാത്രത്തിൽ ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാം. സവാള ആഡ് ചെയ്തിട്ട് നമ്മളിത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാലൊരു 10 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതൊന്ന് ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ നമ്മൾ ഇതൊന്ന് നല്ല രീതിയിൽ വഴറ്റി കൊടുക്കുക. അന്നേരം ഒരു ബ്രൗൺ ഷെയ്ഡ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് 1 ടേബിൾ സ്പൂണും കൂടി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം തക്കാളിയും പച്ചമുളകും ബാക്കിയൊന്ന് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് കുറച്ച് കറിവേപ്പില നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു കളർ മാറ്റം വരണം. അന്നേരം കളർ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. അന്നേരം നമ്മൾ 5 വിസിൽ കേൾക്കാൻ വെച്ചിരുന്ന ബീഫ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. തൽക്കാലം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കഷ്ണം മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കാം. മസാലകൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ആവശ്യമായിട്ടുണ്ട്, അതുകൊണ്ട് ഇത് കളയില്ലും. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റോളം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന മസാല വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. നമുക്ക് 1 ടേബിൾ സ്പൂൺ മസാല കൂടി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. മസാല ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പില്ലാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ല രീതിയിൽ നിന്ന് ഇളക്കുക. ഒരു 5 മിനിറ്റോളം ഇളക്കിയതിന് ശേഷം ഒരു 15 മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. 15 മിനിറ്റാണ്. അന്നേരം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അന്നേരം നമ്മളത് വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല പുകയൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് നല്ല രീതിയിൽ നിന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം നമ്മൾ ചതച്ച കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. ചതച്ചതാണ് കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ. അത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. 1-2 തണ്ട് കറിവേപ്പില നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കൊത്തിയരിഞ്ഞ തേങ്ങ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ തേങ്ങ
എന്നിട്ട് കുത്തിരിഞ്ഞ് തേങ്ങ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക, ഒന്ന് സെറ്റ് ആവണം. കറിവേപ്പിലേക്ക് ഒന്ന് വാടി വരണം. ആ ഒരു രീതിയിൽ നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒന്നുകൂടെ ഇത് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം നമ്മളിതൊന്ന് ഒന്നും കൂടി ഒന്ന് വേവിക്കാം. 5 മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് നമ്മളിത് അടച്ചു വെച്ച് വേവിക്കണത്. നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, അപ്പം നമ്മൾക്ക് ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് നല്ലൊരു ഡ്രൈ ആവുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഡ്രൈ ആവുന്ന വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല സെറ്റ് ആയിട്ടുണ്ട്, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ, അന്നേരം നമ്മളെ ബീഫ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, സക്സസ് ആവും. നിങ്ങൾ വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിലൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അന്നേരം നമ്മൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അന്നേരം നിങ്ങൾ ഈ വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ലൈക്ക് ഇട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ഇപ്പുറം കാണുന്ന ബെല്ല് കൂടെ എനേബിൾ ചെയ്യുക. എന്നാലേ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. ക്യാമറമാൻ നിതീഷിനോടൊപ്പം മീ പെണ്ണു സൈനിങ് ഔട്ട്.